അന്നേരം ഒന്നും ചിന്തിച്ചില്ല. പിന്നെ അവനോട് ചോദിച്ചു, നീ ഇത്ര ഇതിനകത്ത് എടുത്ത് ചാടിയപ്പം എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ എങ്ങനായിരുന്നു. അന്നേരം നമ്മൾ പെട്ടെന്ന് അതൊന്നും ഓർക്കുന്നില്ലല്ലോ. കൊല്ലം കുളക്കട കല്ലടയാറ്റിൽ വീണ കോളേജ് വിദ്യാർത്ഥിനിക്ക് ഓട്ടോ ഡ്രൈവറുടെ മനക്കരുത്തിൽ പുനർജന്മം ലഭിച്ചു. കുളക്കട സ്വദേശി റാഫിയാണ് അടിയൊഴുക്ക് വകവയ്ക്കാതെ ആറ്റിൽ ചാടി വിദ്യാർത്ഥിനിയുടെ ജീവൻ കാത്തത്. മറ്റൊരാളുടെ കൂടി സഹായത്തോടെ കരയിലെത്തിച്ച വിദ്യാർത്ഥിനിക്ക് പ്രഥമ ശുശ്രൂഷ കൂടി റാഫി നൽകിയതോടെയാണ് കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. നോക്കിയില്ല, ഒരു ജീവൻ കിടക്കുന്നു, ഇറങ്ങി ചെല്ലുമായിരുന്നു. കല്ലടയാറ് എന്ന് പറയുന്നത് വലിയ ആഴമുള്ള ആറാണ്. വേനൽക്കാലത്ത് പോലും പല സ്ഥലങ്ങളിലും ശക്തമായ ഒഴുക്ക് ഉള്ള ഒരു ആറ് കൂടിയാണ്. ആ ആറ്റിലാണ് ഒരു പെൺകുട്ടി വീണത്. ഈ സമയത്ത് റാഫി അവിടുത്തെ ഒരു ഓട്ടോറിക്ഷ വർക്ക്ഷോപ്പിൽ നിൽക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ നന്നാക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. എന്തോ ഒരു വലിയ സൗണ്ട് കേൾക്കുകയും നാട്ടുകാർ അലറി വിളിച്ച് അലമുറയിടുകയും ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് അവിടേക്ക് റാഫി എത്തുന്നത്. പെട്ടെന്ന് മനസ്സിലായി ഒരു പെൺകുട്ടി എങ്ങനെയോ കാൽവഴുതി ആ കല്ലടയാറ്റിലേക്ക് വീണു. അതിൻ്റെ ജീവൻ രക്ഷിക്കണം, ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണം എന്നുള്ളതാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഈ കല്ലടയാറ്റിലേക്ക് എടുത്ത് ചാടുകയാണ്. നീന്തി ചെന്ന് ആ കുട്ടിയെ അവിടെ നിന്ന് രക്ഷിച്ച് നേരെ കരയിലേക്ക് എത്തിക്കുന്നു. കൃത്രിമ ശ്വാസം നൽകുന്നു. അതിനുശേഷം പ്രാഥമിക ചികിത്സകൾ നൽകുന്നു, പ്രാഥമിക ശുശ്രൂഷ നൽകുന്നു. പിന്നീട് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഒരു വല ഉപയോഗിച്ച് കുട്ടിയെ വലയ്ക്കുള്ളിൽ കയറ്റി നേരെ മുകളിലേക്ക് അവർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വലിച്ചു കയറ്റി. ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു നല്ല പ്രവൃത്തി. ചിലപ്പോൾ ആ റാഫി ആ ഒരു നല്ല തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ജീവൻ വരെ ആ പെൺകുട്ടിക്ക് നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ നേരെ ആ കല്ലടയാറ്റിലേക്ക് എടുത്ത് ചാടാൻ കാണിച്ച ധൈര്യം എത്രയും അഭിനന്ദിച്ചാലും മതിയാകാത്തതാണ്.